എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ മെയ് 4-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. നമ്മെ അടുത്ത 5 വർഷം ആര് ഭരിക്കും എന്നറിയാൻ ഇനി 12 മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രം. ഇന്ന് ഇരുട്ടി വരുമ്പോഴാണ് ഭരണ തുടർച്ചയോ അതോ മാറ്റം ഉണ്ടാകുമോ എന്ന് അറിയുക. ഭരണ തുടർച്ചയെന്ന LDFന്റെ സ്വപ്നത്തിനും അധികാരം പിടിച്ചെടുക്കാമെന്നുള്ള UDFന്റെ പോരാട്ടത്തിനും അക്കൗണ്ട് തുറക്കാം എന്നുള്ള NDA തന്ത്രങ്ങൾക്കും എങ്ങനെ ജനം മാർക്ക് ഇടുന്നു എന്നുള്ളത് നാളെ അറിയാൻ കഴിയും. ഭരണ തുടർച്ചയുണ്ടാകും എന്ന് LDF പ്രതീക്ഷിക്കുമ്പോൾ ഭരണം ഉറപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസും UDFും. നാളെ 4-ാം തീയതി റിസൾട്ട് അറിഞ്ഞ ശേഷം കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം 5-ാം തീയതി ചേരും. 6-ാം തീയതി ഘടകകക്ഷികളുടെ യോഗം ചേരും. 7-ാം തീയതി നേതാക്കൾ ഡൽഹിയിലേക്ക് പോവുകയും 8 മുതൽ 10 വരെയുള്ള തീയതികളിലായി കോൺഗ്രസ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. തുടർഭരണമാണ് എങ്കിൽ പിണറായി വിജയൻ തന്നെയാകും മുഖ്യമന്ത്രി. ഓരോ മണ്ഡലത്തിലും 14 റൗണ്ടുകളായിട്ടാണ് വോട്ട് എണ്ണിത്തീരുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം TV ചാനലുകളിലൂടെ പെട്ടെന്ന് അറിയാം എങ്കിലും ഓരോ മണ്ഡലത്തിലെയും ബൂത്ത് തല കണക്കുകൾ കൃത്യമായി അറിയുന്നതിന് വേണ്ടി വെബ്സൈറ്റുകളെയാണ് സമീപിക്കേണ്ടത്. result.eci.gov.in എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലൂടെയും വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് മുഖേനയും കൃത്യമായി ബൂത്ത് തല കണക്കുകൾ വരെ അറിയാനാകും. സംസ്ഥാന സർക്കാരിന്റെ PRD ലൈവ് ആപ്പ് വഴിയും ട്രെൻഡ് വെബ്സൈറ്റ് വഴിയും ഫലം അറിയാനാകും. ഓൺലൈൻ മാധ്യമങ്ങളുടെ വെബ്സൈറ്റുകളിലൂടെയും ആപ്പുകളിലൂടെയും ലൈവായി ബ്ലോഗുകൾ കൃത്യമായി ലഭിക്കുന്നതാണ്. ഈ ഒരു രീതിയിലൊക്കെയാണ് ഫലം കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നത്. നാളെ രാവിലെ 8 മണി മുതൽ വോട്ട് എണ്ണി തുടങ്ങുന്നതാണ്. സംസ്ഥാനത്ത് ആകെ 43 സ്ഥലങ്ങളിലായി 140 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ഓരോ മണ്ഡലത്തിലും 5 ബൂത്തുകളിലെ വീതം VVPAT സ്ലിപ്പുകൾ നിർബന്ധമായും എണ്ണും. EVMലെ വോട്ടുകളും ബൂത്തിലെ പോൾ ചെയ്ത വോട്ടുകളും തമ്മിൽ വ്യത്യാസം ഉണ്ട് എന്ന് കണ്ടെത്തിയാൽ പ്രസ്തുത ബൂത്തിലെ VVPAT സ്ലിപ്പുകൾ എണ്ണി തിട്ടപ്പെടുത്തും. വോട്ടെണ്ണൽ പ്രക്രിയ സുഗമമായി നടത്തുന്നതിനായി ആകെ 15,465 ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ പോസ്റ്റൽ ബാലറ്റുകളാണ് എണ്ണി തുടങ്ങുക. വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ട് എണ്ണുന്നതിനായി ഓരോ കേന്ദ്രങ്ങളിലും പരമാവധി 14 കൗണ്ടർ ടേബിളുകൾ വീതമാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഒരു റൗണ്ടിൽ പരമാവധി 14 ബൂത്തുകളിലെ വോട്ടുകളാണ് എണ്ണുക. വോട്ടെണ്ണൽ ഹാളിൽ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഏത് മുന്നണി ഇനി നമ്മളെ ഭരിക്കും, ആരായിരിക്കും ഇനി മുഖ്യമന്ത്രിയാകും എന്നുള്ളതൊക്കെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്ന് താഴെയൊന്ന് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. ആര് വന്നാലും ക്ഷേമ പദ്ധതികൾ മുടങ്ങാതെ കിട്ടണം എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. ക്ഷേമ പെൻഷൻ, സ്ത്രീ സുരക്ഷാ പെൻഷൻ, മറ്റ് ക്ഷേമ പദ്ധതികൾ, ആരോഗ്യ ഇൻഷുറൻസ് പോലുള്ളവ കൃത്യമായി ലഭിക്കും എന്ന പ്രതീക്ഷയോടുകൂടി ഫലത്തിനായി നമുക്ക് കാത്തിരിക്കാം. സംസ്ഥാനത്ത് നാളെയാണ് ഇലക്ഷൻ റിസൾട്ട് വരുന്നത്. ഇതിന് ശേഷം പുതിയ ഭരണസമിതി, അതിപ്പോൾ തുടർ ഭരണമായാലും മറ്റൊരു ഭരണമായാലും പുതിയൊരു ഭരണസമിതി ആയിരിക്കും നിലവിൽ വരിക. ഈ ഒരു സമയത്ത് വളരെയധികം ആശങ്കയിലാണ് പെൻഷൻ ഗുണഭോക്താക്കൾ. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സ്ത്രീ സുരക്ഷാ പെൻഷൻ ഏപ്രിൽ മാസത്തേത് മുടങ്ങിയതാണ്. ഇനി മെയ് മാസത്തിലാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ലഭിക്കേണ്ടത്. അത് പോകുമോ എന്നുള്ള ആശങ്ക ഉണ്ട്. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ 13 മാസത്തെ കുടിശ്ശികയും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം എങ്ങനെയാണ് ലഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള സംശയം. ഇതിൽ ഇപ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്ത്രീ സുരക്ഷാ പെൻഷന്റെ കാര്യം അറിയില്ല, പക്ഷേ ക്ഷേമ പെൻഷൻ മുടങ്ങില്ല. ക്ഷേമ പെൻഷൻ മെയ് മാസത്തേത് വിതരണം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഉത്തരവ് നേരത്തെ ഇറക്കിയിരുന്നു. പുതിയ ഭരണസമിതി വന്ന് ആദ്യ മാസത്തെ പെൻഷൻ ആയതുകൊണ്ട് തന്നെ ഒരിക്കലും ക്ഷേമ പെൻഷൻ മുടക്കില്ല. 62 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് അത് കൃത്യമായിട്ട് തന്നെ ലഭിക്കുന്നതാണ്. 25 ലക്ഷം പേർക്കാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുന്നത്. ബാക്കിയുള്ള ആളുകൾക്ക് കയ്യിലേക്കും സർവീസ് സഹകരണ സംഘങ്ങൾ എത്തിച്ചു നൽകും. ഇങ്ങനെ 50 ലക്ഷത്തിലധികം ആളുകൾക്കാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നത് എങ്കിൽ ബാക്കിയുള്ള ആളുകൾക്ക് വിവിധ ക്ഷേമ ബോർഡുകളിലെ പെൻഷനാണ് ലഭിക്കുന്നത്. ഇതെല്ലാം കൃത്യമായി ലഭിക്കും. സർക്കാർ ധനസഹായം
ഉപയോഗിച്ച് വിതരണം ചെയ്യുന്ന പെൻഷനാണ് കൃത്യമായി ക്ഷേമ പെൻഷനോടൊപ്പം ലഭിക്കാറുള്ളത്. സ്വന്തം ഫണ്ട് ഉപയോഗിച്ച് പെൻഷൻ വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമ ബോർഡുകളിലെ പെൻഷൻ പല സമയങ്ങളിലായി മുടങ്ങിയ അവസ്ഥയുണ്ട്. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ അതിന് ഉദാഹരണമാണ്. 18 മാസത്തെ കുടിശ്ശിക ഉണ്ടായപ്പോൾ 5 മാസത്തേത് മാത്രമാണ് നൽകിയത്. ഇനി പുതിയ സർക്കാർ വന്ന് അത് തീർക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രവാസി ക്ഷേമ പെൻഷന്റെ കാര്യവും മറിച്ചല്ല. അത് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മുടങ്ങിപ്പോകുന്ന അല്ലെങ്കിൽ താമസിച്ചു പോകുന്ന സാഹചര്യം ഉണ്ട്. ഇതുപോലെ തന്നെ മറ്റു ക്ഷേമ ബോർഡ് പെൻഷനുകളുടെയും അവസ്ഥ ദയനീയമാണ്. ക്യാൻസർ രോഗികൾക്കും പലപ്പോഴായിട്ടാണ് പെൻഷൻ ലഭിക്കുന്നത്. ഇങ്ങനെയുള്ള ദുരിതബാധിതർക്കുള്ള മറ്റ് ധനസഹായങ്ങളും മുടങ്ങിയ സാഹചര്യവും ഉണ്ട്. അതെല്ലാം പുതിയ ഭരണസമിതി വന്നാൽ കൃത്യമായിട്ട് ലഭിക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഇതോടൊപ്പം പങ്കുവെക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, 2026 ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം 15-ാം തീയതി വരെ നീട്ടിയിട്ടുണ്ട്. 15-ാം തീയതി വെള്ളിയാഴ്ച വരെ ഇനി ഏപ്രിൽ മാസത്തെയും മെയ് മാസത്തെയും റേഷൻ ഒരുമിച്ച് വാങ്ങാവുന്നതാണ്. അത് കഴിഞ്ഞ് 16-ാം തീയതിയും 17-ാം തീയതിയും റേഷൻ കടകൾ അവധിയായിരിക്കും. അതിനുശേഷം പിന്നെ ഒരു മാസത്തെ റേഷൻ, അതായത് മെയ് മാസത്തെ റേഷൻ മാത്രമായിരിക്കും 30-ാം തീയതി വരെ ലഭിക്കുക. ഏപ്രിൽ 4-ാം തീയതി മുതൽ 2 മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചതാണ്. മുമ്പ് റേഷൻ വാങ്ങിയിട്ടുള്ളവർ, അതായത് ഏപ്രിൽ മാസത്തിൽ 2 മാസത്തെയും റേഷൻ വാങ്ങിയിട്ടുള്ളവർക്ക് ഇനി മെയ് മാസത്തിൽ റേഷൻ ലഭിക്കുന്നതല്ല. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ